ഈ തട്ടുകടയിൽ പോയി കഴിച്ചിട്ടുള്ളവർക്കറിയാം തട്ടുകടയിലെ ഫുഡിൻ്റെ ടേസ്റ്റ് എത്രമാത്രം ഉണ്ടെന്ന്. അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ആവശ്യമേ ഇല്ല. ഇന്ന് നമ്മൾ തമ്മന റോഡ് സൈഡിൽ ഒരു തട്ടുകട കണ്ടിട്ട് അങ്ങോട്ടാണ് ഫുഡ് കഴിക്കാൻ പോയത്. ആദ്യമേ ചെന്നപ്പോൾ തന്നെ ഒരു ഡബിൾ ഓംപ്ലേറ്റ്. ഈ ഓംപ്ലേറ്റിലാണ് എല്ലാ ഐറ്റംസും തുടങ്ങുന്നത് തന്നെ. ഞാൻ ആദ്യമേ ഓംപ്ലേറ്റ് കഴിച്ച് സ്റ്റാർട്ട് ചെയ്യും, വയറിനെ ഒന്ന് സെറ്റാക്കി എടുക്കും. അങ്ങനെ ഓംപ്ലേറ്റിൻ്റെ റിവ്യൂ പറയുന്നതാണിത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് അതിൻ്റെ അകത്ത് എല്ലാ മുളകുകളും ഞാൻ പറക്കി കളഞ്ഞിട്ടാണ് കഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അവിടുത്തെ മെനു വായിച്ച് നോക്കിയപ്പോൾ കപ്പ ബിരിയാണി എന്നൊരു ഐറ്റം കണ്ടത്. ഞാൻ പണ്ട് എപ്പോഴോ കപ്പ ബിരിയാണി എന്ന് പറഞ്ഞ് വേറെ എന്തോ കഴിച്ചിട്ടുണ്ട്. അതിന് ശേഷം ഈ ഒരു സാധനം കാണുന്നത് തന്നെ എനിക്കെന്തോ ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ്. പക്ഷേ ഇവിടുത്തെ കപ്പയുടെ കളറൊക്കെ കണ്ടപ്പോൾ ഒന്ന് മേടിച്ച് കഴിക്കാമെന്ന് പറഞ്ഞ് മേടിച്ചാണ്. സത്യം പറയാമല്ലോ, ഞാൻ അന്ന് കഴിച്ചത് കപ്പ ബിരിയാണി അല്ല, എന്നെ പറ്റിച്ചതാണ്. ഇതാണ് ബിരിയാണി. അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. സെറ്റായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ അവസാനം കുലുങ്ങി കുലുങ്ങി പറയുന്നുണ്ട്, അത്രയും ടേസ്റ്റാണെന്ന്. അതുമല്ല, അവിടെ ചെന്നിരുന്നപ്പോൾ തന്നെ അത്രയും തിരക്കുമായിട്ടുണ്ട്. നല്ല തിരക്കുണ്ട്. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ അതും ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കപ്പയും മീൻകറിയും കണ്ടത്. എന്നാൽ പിന്നെ നമ്മൾ അതും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ലെങ്കിൽ എനിക്കുള്ളിനുള്ളിലൊരു വിഷമമാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ പോയിട്ട് കപ്പയും മീൻകറി. ഈ മഞ്ഞ കളർ കപ്പ കാണുമ്പോൾ ഞാൻ എൻ്റെ വീട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. ഭയങ്കര വിഷമമുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് കപ്പയും മീൻകറി. ഞാൻ മീൻകറിയുടെ ഫാനല്ല, എന്നാലും അത് കഴിച്ച് നോക്കി. സൂപ്പറായിരുന്നു, ഒന്നും പറയാനില്ല കേട്ടോ. അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ എല്ലാ ഐറ്റം എൻ്റെ വയറ്റിൽ തന്നെ കൊള്ളുമെന്നറിയില്ല, പക്ഷെ ഞാൻ എല്ലാം കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വിഷമം മാറ്റാൻ വേണ്ടി നേരെ പോയി ഒരു കട്ടൻ കുടിച്ചു. ഈ കട്ടനും കൂടെ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു സ്വർഗ്ഗം കണ്ട അവസ്ഥയായിരുന്നു. പിന്നെ അതും കൂടെ കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു ലഡു കണ്ടത്. പിന്നെ അതും നമ്മൾ മിസ് ചെയ്തില്ല, ഒരു ലഡും കൂടെ കഴിച്ചിട്ട് ഇവിടെ അങ്ങ് അവസാനിപ്പിച്ചു.